ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു സാധാരണ വെണ്ടയ്ക്ക റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് വെണ്ടയ്ക്ക റോസ്റ്റ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റി, സാധാരണ വെളിച്ചെണ്ണയിലാട്ടോ വഴറ്റി വെച്ചേക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മൊരിഞ്ഞ് വേണ്ട, ഇത്തിരി മൊരിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചേക്ക്. ഇതിപ്പോൾ സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും വേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തേക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ തീ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് സിമ്മിലിടാം. എന്നിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇറച്ചി മസാലയില്ലേ, ഇറച്ചി മസാലയാണ്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ മസാലയായിട്ട് എടുത്തത്, കാരണം ഇത്തിരി വെണ്ടയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് അധികം ഞാൻ എടുക്കുന്നില്ല പൊടി. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് എടുത്ത് മതിയിട്ട്, കാരണം കുറച്ച് വെണ്ടയ്ക്കല്ലേ ഉള്ളൂ, അതനുസരിച്ച് എടുക്കുക. പിന്നെന്താ, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. തീ നല്ലോണം കുറച്ച് ഇടണേ, കാരണം കരിഞ്ഞു പോകുമെന്ന് പേടിയുള്ളവർക്ക് ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ പൊടികളൊക്കെ ഒന്ന് എന്താ പറയണേ, എല്ലാവരും കൂടി ഒന്ന് ചാലിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കുഴച്ച് വയ്ക്കില്ലേ പൊടികൾ, എന്നിട്ട് ചേർത്താലും മതിയിട്ട്. അപ്പോൾ കരിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട. ഇതിപ്പോൾ ഞാനങ്ങ് ഇടയാണ് എല്ലാവരും കൂടി. മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല കേട്ടോ, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റി ഇത്തിരി തീ കൂട്ടിയിടാം, എന്നാലല്ലേ ഒന്ന് വേഗം പൊടിയൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. നല്ല മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ വേഗം ചെയ്യാവുന്ന കാര്യമുള്ളൂ. വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ 3-5 വെണ്ടയ്ക്ക മതി കണ്ട, ഇങ്ങനെ നീളത്തിലരിയ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ഇടാട്ടോ. എനിക്കങ്ങനെ തക്കാളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതിപ്പോൾ നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇടാം. എന്താ സാധാരണ വെളിച്ചെണ്ണയിൽ ചേർത്തേനെ കേട്ടോ, വേറെ വേണ്ടില്ലേ. വെരി സിമ്പിളാണ് കണ്ടോ. ഇതൊന്ന് സിമ്മിലിടാം, തീ ഉറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാനിത് വെണ്ടയ്ക്ക പകുതിയല്ലേ വേവിച്ചുള്ളൂ, അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് മൊരിയട്ടെ എന്ന് കരുതിയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇന്നത്തെ ഞാൻ കറികൾ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഇത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇത് കണ്ട, പരിപ്പും തക്കാളിയും കൂടി ഉണ്ടാക്കിയതാണ്. ഒരു മിനിറ്റ്. ഇത് കണ്ട, നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമോ? തേങ്ങ അരച്ച് വെച്ചതാണ് പരിപ്പും തക്കാളി. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ വെറുതെ പരിപ്പ് വേവിച്ചു, തക്കാളി പച്ചമുളക് ഇട്ടു, പിന്നെ എന്തെന്നാ തേങ്ങയുടെ കൂടെ ഉള്ളി, ചെറുജീരകം, പിന്നെന്താ ഇത് എന്തെന്നാ എന്നിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചിട്ട് പിന്നെ കടുക് കളിച്ച്. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. എല്ലാവരും ഈ കറികൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.